നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5-ാം ഭാവാധിപൻ 7-ാം ഭാവത്തിൽ വരെ എത്തിയതാണ് പഠിച്ചത്. 5-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സുഹൃത ഭാവാധിപനാണ്. വളരെ നല്ല ഭാവമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം ഭാവത്തിനും 9-ാം ഭാവത്തിനും ഏതൊക്കെ ഭാവമായിട്ട് ബന്ധം വരുന്നു ആ ഭാവത്തിനെല്ലാം അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പം ഈ മുല്ലപ്പൂ പോലെ അത്രയും സുഗന്ധം നൽകുന്ന, ഐശ്വര്യം നൽകുന്ന ഒരു ഭാവമാണ് 5-ാം ഭാവം. കാരണം ഉപാസനയുടെ ഭാഗമാണ്. അപ്പോൾ ഒരു നമ്മളായി തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാവമാണ്. നമ്മളെ ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ സഹായിക്കുന്ന, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയുന്ന, ഇപ്പം പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വർക്കുകളുണ്ട്. ജോസഫ് മർഫിയുടെ പോലുള്ള ഒരുപാട് പേരെഴുതിയ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പം 5-ാം ഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. സുഹൃത ഭാവമാണ്. നമ്മുടെ ഒരുപാട് സുഹൃത വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാവവും കൂടിയാണ്. ഇനി നമുക്ക് 5-ാം ഭാവാധിപൻ 8-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചാം ഭാവാധിപൻ 8-ൽ, ട്രാൻസ്ഫോർമേഷൻ, 8th ഹൗസ്, പൂർവജന്മത്തിലെ ലഗ്നമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, അവിടെ നിന്നാണ് ജനനം പറയുന്നത്. പൂർവജന്മത്തിലെ ലഗ്നമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജന്മത്തിൻ്റെ മരണസ്ഥാനമാണ്, സീക്രട്ടാണ്. ഏറ്റവും വലിയ സീക്രട്ടല്ലേ മരണം. ഞാനും നിങ്ങളുമൊക്കെ എപ്പം മരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. ഇൻറ്റിമസിയുടെ സീക്രട്സ്. 7-ാം ഭാവം പാർട്ട്ണർഷിപ്പാണെങ്കിൽ നമ്മുടെയൊക്കെ ലൈംഗികത, നമ്മുടെ പ്രൈവറ്റ് ലൈഫിൻ്റെ നേച്ചറുകൾ പലപ്പോഴും 7ഉം 8ഉം കൂടെ ചേരുമ്പോഴാണ് വരുന്നത്. 7ൻ്റെ 8ൻ്റെ സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ വൈകൃതങ്ങൾ വരുന്നത് 12ഉം, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വരുന്നത് 4ഉം ഒക്കെയാണ്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇൻറ്റിമസി, ട്രാൻസ്ഫോർമേഷൻ, സീക്രട്സ്, ഡെത്ത്, അങ്ങനെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളാണ് അഷ്ടമം കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. 5-ാം ഭാവാധിപൻ 8-ൽ നിന്നാൽ ഡീപ്പായിട്ട് പൊട്ടൻഷ്യൽ ഉണ്ടാവും ട്രാൻസ്ഫോർമേറ്റീവ് ക്രിയേറ്റിവിറ്റിക്ക്. അതുപോലെ തന്നെ സീക്രട്ടായിട്ടുള്ള വിഷയങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും മരണം പോലുള്ള രഹസ്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനുമുള്ള കഴിവുകൾ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ 8-ൽ നിന്നാൽ മറ്റുള്ളവരെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി പൊതുവേ കൂടും. പൊതുവെ കർക്കിടക ലഗ്നക്കാർക്ക് ഈ ഒരു കഴിവുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർക്കിടക ലഗ്നത്തിൻ്റെ സ്വഭാവം പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഞണ്ട് പല വഴിക്ക് സഞ്ചരിക്കും. കുഴിയിലിരിക്കും, മുകളിലുള്ളതും കാണാൻ പറ്റും. ഉള്ളിലിരുന്നാലും മുകളിലുള്ള നടക്കുന്നതെല്ലാം കാണാൻ പറ്റും, എന്നിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ ക്രാബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ സൈനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്രാബിനെ അതിൻ്റെ പുറന്തോടിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ. ക്യാൻസർ സൈനിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആ ഒരു വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും, പഠിക്കാനൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പം ഞാൻ അതുപോലെ തന്നെയാണ് ഈ റിസർച്ച് മെൻറ്റാലിറ്റി, റിസർച്ചേഴ്സ്, അതേപോലെ 5th ഹൗസ് ലോഡ് 8th ഹൗസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർച്ചിങ് സ്വഭാവം ഉണ്ടാവും, ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്വഭാവങ്ങളുണ്ടാവും, സൈക്കോളജി അറിയാം, മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള സൈക്കോളജികളുണ്ട്. അപ്പോൾ അത് സോഷ്യൽ സൈക്കോളജി, അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി, അതുപോലെ തന്നെ പലതരത്തിലുള്ള സൈക്കോളജികളുണ്ട്. സൈക്കോളജികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും അതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ വെക്കാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവാണ്. ട്രാൻസ്ഫോർമേഷനിലൂടെ ക്രിയേറ്റീവായിട്ടുള്ള മേഖലകളിൽ നിന്നും ഇവർക്കൊരു വലിയ ഇതുണ്ടാവും. അതായത് നമ്മൾ പറയത്തില്ല, പണ്ട് ഇവനെന്തായിരുന്നു ഇങ്ങനെ, എന്തൊരു മോശം സ്വഭാവമായിരുന്നു, പക്ഷേ പിന്നീട് വന്ന പല അനുഭവങ്ങളിലൂടെ അവർ നന്മമരങ്ങളായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. ഈ 5th ഹൗസ് ലോഡ് 8-ൽ പോയുള്ള ഒരു പ്രത്യേകതയാണ്. പണ്ട് ഭയങ്കര മോശമായിരിക്കും, മോശം ബിഹേവിയർ ആയിരിക്കും, വളരെ എല്ലാത്തിനെയും റിബലിനെ പോലെ പെരുമാറും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ചില ജീവിതത്തിലെ തിരിച്ചടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്യൂരിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് വളരെ നമ്മൾ പറയുന്ന പോലെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, വളരെ
മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. ആ മെച്യൂരിറ്റി വരുത്തും ഈ ഫിഫ്ത്ത് ഹൗസ് ലോർഡ് എയ്റ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവർ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് അവർ വല്ലാത്തൊരു മനുഷ്യരായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരെ കൊണ്ട് പിന്നീട് അവരുടെ മേഖലകളിൽ വളരെ ശക്തരായിട്ടുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് ഈ റിസർച്ചേഴ്സ്, ഒരുപാട് പേര് അറിയപ്പെടാതെ പോയിട്ടുള്ള പല റിസർച്ചേഴ്സിൻ്റെയും ഹൊറോസ്കോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കത് പറ്റിയത് തന്നെ എനിക്ക് തോന്നുന്നു ഫിഫ്ത്ത് ഹൗസ് ലോർഡ് 8 അല്ലെങ്കിൽ ലഗ്നാധിപൻ 8 നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവം ഉണ്ടാവും. അത് പക്ഷെ പെട്ടെന്നല്ല, ആദ്യം ഒരു രസത്തിന് പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കഴിവിന് പഠിക്കുന്നതായിരിക്കും. കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലെവല് കഴിയുമ്പോൾ, ഒരു തലം കഴിയുമ്പം, ഒരു സമയം കഴിയുമ്പം ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഇവർക്കുണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ നല്ല ഹീലേഴ്സ് ആയിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. സെൽഫ് ഹീലിങ്ങിനും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഒറ്റയ്ക്കിരുന്നത് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അനുഭവങ്ങളിൽ നിന്നാണല്ലോ ഇതൊക്കെ പഠിക്കുന്നത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡീപ്പർ ലെയർ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഡീപ്പർ ലെയേഴ്സ് ഓഫ് ദ ലൈഫ്, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുകൾ ഉണ്ടാവും. നല്ല രസമാണ് അത്. കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ഫിഫ്ത്ത് ഹൗസിലൂടെ 8th ഹൗസ് എന്ന് പറയുന്നത് ശാപങ്ങളാണ്. അപ്പോൾ അത് അനുഭവിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ അനുഭവങ്ങളിലൂടെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ലെൻസ് ചെയ്യപ്പെട്ട് അവർ ശുദ്ധരായിട്ടുള്ള ആൾക്കാരായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി 8th ഹൗസിൽ നിന്നാലുള്ള ചലഞ്ചസ് നോക്കാം നമുക്ക്. റൊമാൻറ്റിക് ലൈഫും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ലൈഫും വളരെ ഇൻറ്റൻസ് ആയിരിക്കും. അതുപോലെ തന്നെ സീക്രട്ടീവ് ആയിരിക്കും. അല്ലെങ്കിൽ അത് ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. വേവ് പോകുന്ന പോലെ ഒരു ഉയർച്ച, ഒന്ന് സ്വസ്ഥമായി തോന്നുന്നു വലിയ വീഴ്ച വരും, പിന്നൊന്ന് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വീഴ്ച വരും, പിന്നൊന്ന് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വലിയ വീഴ്ച വരും. ഫിയർ ഓഫ് വൾനറബിലിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ തങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ തങ്ങളെ ഉപയോഗിക്കുമോ എന്നുള്ള ഭയം, പേടിയുണ്ടോ, പെട്ടെന്ന് ഇമോഷണലി വീണ് പോകാനുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ, അങ്ങനെ ഒരുപാട് ഒരു ഇമോഷണലി എപ്പോഴും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഴ്ചകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിംസ്, ഇതൊക്കെ ഉണ്ടാവും. പൊതുവേ 6th, 8th and 12, 6ാം ഭാവം ഞാൻ പറഞ്ഞു ഡെപ്റ്റാണ്. 8ാം ഭാവം ശാപങ്ങൾ. അത് ലൈഫിൽ അനുഭവിച്ച് തീരേണ്ട റിയാലിറ്റിയാണ്, അത് തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഇത് കടന്നു പോകണം. അത് നാശം വരണം. ആ ഒരു നാശം, മരണം മാത്രമല്ലല്ലോ അഷ്ടമം കൊണ്ട്, ആ ഒരു നാശം വരണം. അത് അനുഭവിച്ച് കടന്നു പോകണം. ആ അനുഭവിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു മെച്യൂരിറ്റി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കഴിവ്, ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം 5th ഹൗസ് ലോർഡ് 8th ഹൗസിൽ നിന്നാലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി 5th ഹൗസ് ലോർഡ് 9th നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 9ാം ഭാവം, കരിയർ, ലൈഫിൻ്റെ ഫിലോസഫി, ഗുരു. 9 ലോങ് ട്രാവൽ. ഞാൻ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലോങ് ട്രാവൽ, നമ്മുടെ ദീർഘദൂര യാത്രകൾ, ഹയർ ലേണിംഗ്, തപസ്, ഇതൊക്കെ 9. അച്ഛൻ, ഭാഗ്യം, വ്യാഴത്തിൻ്റെ തന്നെ കാരകമുള്ള സ്ഥലം. 5ാം ഭാവം വ്യാഴത്തിൻ്റെ കാരകത്തുള്ള സ്ഥലമല്ല, അപ്പോൾ 9ാം ഭാവം വ്യാഴത്തിൻ്റെ കാരകത്തുള്ള സ്ഥലം. അപ്പോൾ 5ാം ഭാവാധിപൻ 9ൽ വന്നിരിക്കുമ്പം സ്വാഭാവികമായിട്ടും ഐശ്വര്യം ഉണ്ടാവും. ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കലായിട്ട്, എഡ്യൂക്കേഷൻ ഏരിയകളിൽ, ലോങ് ട്രാവലിനുള്ള കാര്യങ്ങളിൽ, സാധനയിൽ, റൈറ്റിങ്ങിൽ, ഹയർ സ്റ്റഡീസിൽ, കൾച്ചറൽ എക്സ്പ്ലോറേഷൻസ്, തപസ്, സാധന, മെഡിറ്റേഷനിലൊക്കെ ഹയർ എക്സ്പീരിയൻസുകൾ അറിയുന്നത്. 5ാം ഭാവാധിപൻ 9ൽ നിൽക്കുന്ന അടിപൊളിയാട്ടോ, നല്ലതാ. ഈ നന്നായിട്ട് നിൽക്കണം. അത് നല്ല ബലവാനായിട്ടൊക്കെ നിന്ന് ആ രാശി ഇവർ തമ്മിൽ നല്ല ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉപാസനയിലും ഉപാസനാദി വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഭയങ്കര ക്വാളിറ്റി ഉണ്ടാവും, ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും. ഒരു ലൈഫിൽ അവർക്കൊരു ഫിലോസഫി ഉണ്ടാവും, ഗുരുത്വം ഉണ്ടാവും. നല്ലതാണ്, പൊതുവെ നല്ലത് തന്നെയാണ്. അപ്പോൾ ചലഞ്ചസ് നോക്കാം നമുക്ക്. പേഴ്സണൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ, അങ്ങനെയുള്ള ഏരിയകളെക്കാട്ടിലും കൂടുതലും ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റലക്ച്വൽ ഓർ ഫിലോസഫിക്കൽ വേ ആയിരിക്കും.
ഗുരു പറഞ്ഞതുകൊണ്ട്. ഗുരു പറഞ്ഞ ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് ചിന്തിക്കാനുള്ള യുക്തി ഉപയോഗിക്കണം. പാപനായാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കണ്ണു അടച്ചത് ഫോളോ ചെയ്യും. സത്യസന്ധത ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ശരണാഗതിയാണല്ലോ വിജയത്തിന് കാരണമാവുന്നത്. സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ശരണാഗതിയാണ്. സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ആ സബ്ജക്റ്റിൽ, ആ വിഷയത്തിൽ അതിനോട് ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സറണ്ടറിങ് വരും. അത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആണല്ലോ. 5-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുമ്പം ഇവരുടെ റൊമാൻറ്റിക് ലൈഫിൽ ഇമോഷൻസിനെക്കാട്ടിലും കൂടുതൽ ഫിലോസഫിക്കൽ കാര്യങ്ങളായിരിക്കും കുത്തി നിറയ്ക്കുന്നത്. അതേപോലെ തന്നെ 5-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുമ്പം ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും ആ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇടപെടുന്നതിന് പകരം ചിലപ്പം ഫിലോസഫിക്കലായിട്ടും ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളും കണ്ടമാനം കുത്തി നിറയ്ക്കും. അപ്പം അങ്ങനൊരു സംഭവം വരുമ്പോൾ, കാരണം ഇത് 3-ന്റെ 7 9, അപ്പം അങ്ങനെ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് ഈ ആൾക്കാർക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഒരു PhD ലെവലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഹയർ ലെവലിലുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഹൈ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നന്നായിട്ട് വായിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ആൾക്കാരിലേക്ക് അത് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു കണ്ടൻറ് അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വളരെ കോറായിട്ടുള്ള പല പുസ്തകങ്ങളും അധികം ആൾക്കാർ കണ്ടിട്ടില്ല. അതേസമയത്ത് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമുള്ള ആ ബുക്കിലൊന്നും വലിയ കണ്ടൻറ് ഉണ്ടാവില്ല. അത്യാവശ്യം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഈ 5-ാം ഭാവാധിപൻ 9 നിന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കലായിട്ട് ഇപ്പോൾ ലോങ് ട്രിപ്പ്, എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ടായിരിക്കും ട്രാവലിംഗ്. ഒരു 1 വീക്ക് പോയിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ തായ്ലൻഡിലൊന്ന് പോയിട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ കുലുവിലൊന്ന് പോവുക, മണാലിയിലൊന്ന് പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് പോവുക, തിരിച്ചു വരിക, ദുബായിലൊന്ന് പോവുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ ചില ഏരിയകളിൽ പോവുക, ഒന്ന് തിരിച്ചു വരിക, കുറേ ഫോട്ടോസൊക്കെ എടുക്കുക, ഇൻസ്റ്റയിൽ ഇടുക, ഫേസ്ബുക്കിൽ ഇടുക, എല്ലാവരുടെ അടുത്തും പോയെന്ന് പറയുക. അതെല്ലാം 3-ാം ഭാവമാണ്. കാരണം അതെല്ലാം ലെഷർ ട്രിപ്പുകളാണ്. 9th എന്ന് പറയുന്നത് ലോങ് ജേണിയാണ്. ലോങ് ജേണി എന്ന് പറയുന്നത് സാധന ഒരു ലോങ് ജേണിയാണ്. വലിയ ട്രാവലിംഗ്, അതായത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതൊരു പ്ലാനിങ് മാത്രം, കുറച്ച് കാര്യങ്ങളായിട്ട് മാത്രം പോയിട്ട് അവിടെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങൾ, അതിനെ തിരിച്ചറിയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വരുന്നത്. ഇപ്പോൾ ഈ ചില വീഡിയോസൊക്കെ നമ്മുടെ ട്രാവൽ ആൾക്കാർ കുട്ടികളുടെയൊക്കെ കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ കാണാൻ മനസ്സിലാവും. സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ എന്ത് മനോഹരമായ സ്ഥലത്തായി നിൽക്കുന്നതെന്ന് അറിയാമെന്നൊക്കെ പറയും. എനിക്ക് അദ്ദേഹം പോയ എല്ലാ സ്ഥലമൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഈ ഉത്തരാഖണ്ഡിൻ്റെ പല സ്ഥലങ്ങളിലും മഞ്ഞ് മൂടി കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഞാനും പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. അത് 9-ാം ഭാവമാണ്. കാരണം ആ 9-ാം ഭാവം അത് പോയാലേ അത് അറിയത്തുള്ളൂ. പുള്ളി പറയുന്നത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആ സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ വളരെ അതേ വൈബുള്ള കുറച്ച് പേരുമായിട്ട് പ്ലാനിങ് ഒന്നും ഇല്ലാതെ തന്നെ പോകണം. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അത് 9-ാം ഭാവമാണ്. അതല്ല, നമ്മൾ ഫ്രണ്ട്സ് ട്രിപ്പിന് പോയി, കമ്പനിയിൽ നിന്ന് ട്രിപ്പിന് വിട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ ഗ്രീസിൽ പോയി, തായ്ലൻഡിൽ പോയി, UK പോയി, ഇന്നടത്ത് പോയി എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതെല്ലാം ലക്ഷ ട്രിപ്പാണ്. ഒരു പാക്കേജാണ്. സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുക, മലയാളികളാണെങ്കിൽ വെള്ളം അടിക്കുക, കറങ്ങി നടക്കാൻ, വെള്ളം വെക്കാൻ, തിരിച്ചു വരാം. കുറച്ച് ഇവിടെയും ഇതൊക്കെ തന്നെ കഴിക്കുക, അവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെ കഴിച്ചു, തിരിച്ചു വന്നു, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു, അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നു, എല്ലാവരും കാണുന്നു, സന്തോഷം, ആത്മനിർവൃതി. അത് 3-ാം ഭാവമാണ്. 9-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവരൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 5-ാം ഭാവം 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടാവും. കാരണം അത് കുറച്ച് ഐഡിയാസ് കൂടിപ്പോയി, ഒരുപാട് അറിവ് കൂടിപ്പോയതുകൊണ്ട് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്, ചലഞ്ചസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഭാഗങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം. ഒരു പിടിവാദം ഉണ്ടാവും. 5-ാം ഭാവാധിപൻ 9-ൽ നിന്ന് കഴിഞ്ഞ് ഇതാണെന്നുള്ളത് അവരുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിയുമായിരിക്കും കേട്ടോ. അതാണ് നിങ്ങൾക്ക് സന്തോഷം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ അതിനൊരു ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരണമെങ്കിൽ മറ്റുള്ളവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കുറച്ച് ഗ്രൗണ്ടഡ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് ഇനിയിപ്പം 5-ാം ഭാവാധിപൻ 10-ൽ നിന്നാലുള്ള ഫലം നോക്കാം അല്ലേ. 5-ാം ഭാവാധിപൻ 10-ൽ
കേന്ദ്ര ത്രികോണാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്യുക. കേന്ദ്രാധിപൻ ത്രികോണത്തിൽ, ത്രികോണാധിപൻ കേന്ദ്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് ഉറപ്പിക്കാമല്ലോ. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? കരിയർ. 10ാം ഭാവം കർമ്മസ്ഥാനമാണ്. കരിയർ, റെപ്യൂട്ടേഷൻ, പബ്ലിക് ലൈഫ്, അവാർഡൊക്കെ കിട്ടുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ കാണിക്കുന്നതൊക്കെ അതാണ്. അതുകൊണ്ട് അടിപൊളിയാണ്. 10ാം ഭാവം നല്ലതാണ്. 10ാം ഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗത്തെ കാണിക്കുന്ന ഭാവം കൂടിയാണ്. അപ്പം 5ാം ഭാവാധിപൻ 10ൽ നിന്നാൽ എന്തായിരിക്കും? പവർഫുൾ പൊസിഷനാണ്. മനസ്സിനിഷ്ടപ്പെട്ട ജോലി ചെയ്യാനും പബ്ലിക് അംഗീകരിക്കാനും പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനുമുള്ളൊരു ഭാഗ്യം ആണിത്. മിക്ക ആൾക്കാരും ജോലി ചെയ്യുന്നവർ ഇതായിരിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ടൊരു ജോലി ചെയ്യും. അവരുടെ പാഷൻ എപ്പോഴും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പം ഇവിടെ 5ാം ഭാവാധിപൻ 10ലും 10ാം ഭാവാധിപൻ 5ലോ ഒക്കെ വന്നാൽ ഇവർ കുറേ സ്ട്രഗിൾ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ 5ൻ്റെ 6ആണ് 10. 5, 6, 7, 8, 9, 10. 6-8 ബന്ധമുണ്ട് ഇവർ തമ്മിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാവങ്ങൾ തമ്മിൽ. പക്ഷേ ലഗ്നത്തിൽ നിന്ന് നോക്കുമ്പം, ലഗ്നാധിപൻ ആ വ്യക്തിയിൽ നിന്ന് നോക്കുമ്പോൾ വ്യക്തിയുടെ 5ാം ഭാവാധിപൻ 10ൽ നിന്നാൽ കുറേ സ്ട്രഗിളിംഗ് ഒക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ടാലൻറ്റ് ഒക്കെ ഇവരുടെ പബ്ലിക് ലൈഫിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് ഒക്കെ ഇവർക്ക് കരിയറാക്കി മാറ്റാനുള്ളൊരു കഴിവ് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊരു നല്ലൊരു യോഗമാണത്. അതുപോലെ തന്നെ കാലക്രമേണ അങ്ങനെ ചെയ്ത് ലീഡർഷിപ്പ് റോളുകളിലേക്ക് വരും. എൻ്റർടൈൻമെൻറ്റ് ഓർ ആർട്സ് ആ മേഖലകളിലെ തലതൊട്ടപ്പന്മാരായിട്ട് വരും. ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന, ഒരു ട്രെൻഡ് സെറ്റർ ആക്കുന്ന, അല്ലെങ്കിൽ ട്രെൻഡ് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് ഇവർ വരും. ഇവർക്കൊരു ഫെയിമും റെക്കഗ്നിഷനും ഒക്കെ കിട്ടും. അവാർഡ് ഞാൻ പറഞ്ഞിട്ടില്ല, 10ാം ഭാവം അവാർഡാണ്. 10ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ, ആ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അവാർഡ്, നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, നമ്മുടെ പബ്ലിക് ലൈഫ്, പബ്ലിക്കിൻ്റെ ഇടയിൽ നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഉള്ളത് ഈ 10ാം ഭാവത്തിൻ്റെ ബലം കൊണ്ടാണ് നോക്കുന്നത്. അപ്പം 5ാം ഭാവാധിപൻ 10ൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഗുണമായിട്ട് വരും. കാരണം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കരിയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനസ്സുള്ളവരായിരിക്കും, ജോലി ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥമുള്ളവരായിരിക്കും. ഒക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ലീഡർഷിപ്പ് റോളുകളിലേക്ക് വരും. ഇതൊക്കെയാണ് പ്രധാനം. ഇനി ചലഞ്ചസ് നോക്കാം. ചലഞ്ചസ്, ഇവർ പലപ്പോഴും ഈ പബ്ലിക് ലൈഫിൽ നിന്ന് കിട്ടുന്ന കയ്യടികൾക്ക്, അവാർഡുകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ട് റൊമാൻറ്റിക് ലൈഫും പേഴ്സണൽ ലൈഫും കൊണ്ടൊന്ന് അലമ്പാക്കും. അതുപോലെ തന്നെ പാപബന്ധമൊക്കെ 10ാം ഭാവത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണയം, കരിയറിലൂടെ പ്രണയം, എല്ലാം കൊളീഗ്സുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പുകൾ ഒക്കെ ഉണ്ടാവാം. മോശമായിട്ടുള്ള ഗ്രഹങ്ങളിലൊക്കെ ബന്ധം വന്നാൽ ഓഫീസിൽ ഒരു ലൈഫ് പാർട്ട്ണർ, വീട്ടിൽ വേറൊരു പാർട്ട്ണർ, വീട്ടിൽ ഹോം പാർട്ട്ണർ, ഓഫീസ് പാർട്ട്ണർ, ഇങ്ങനെ പല പാർട്ട്ണർഷിപ്പ് ഉള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ ഒരു ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തൽനിമിത്തം ജോലി നഷ്ടപ്പെടാം, ജോലിയിൽ പേരുദോഷം വരാം. അത് നിമിത്തം, അങ്ങനെയുള്ള ബന്ധങ്ങൾ നിമിത്തം വീട്ടിൽ പ്രശ്നങ്ങൾ വരാം, വീട്ടിൽ പരാജയങ്ങൾ വരാം. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ, പേരുദോഷം, പബ്ലിക് ലൈഫിൽ ഒരു വില നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഇവർ ഇങ്ങനെയുള്ളവർ ആ പാപബന്ധം വന്നു കഴിഞ്ഞാൽ എനിക്കാരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സാധാരണ ഗൃഹസ്ഥരായതുകൊണ്ട്, നമ്മൾ സന്യാസിമാരല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പബ്ലിക് ലൈഫ് നമുക്ക് ഒരുപാട്, നമ്മുടെ സോഷ്യൽ ലൈഫും പബ്ലിക് ലൈഫും ഒക്കെ നമുക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇപ്പം ഒരു ഓഫീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കുറേ നിയമങ്ങളുണ്ടാകും, അത് പാലിക്കണം. ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ടാകും, അത് പാലിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടേതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടാവും, അത് പാലിക്കണം. അപ്പം ഇതെല്ലാം ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിട്ട് നാളെ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അപ്പോൾ ഇറങ്ങിപ്പോകണമെങ്കിൽ ഇറങ്ങിപ്പോവാം. പക്ഷേ അതിന് റെസിഗ്നേഷൻ കൊടുക്കണം. അവർ അതിനുള്ള കാര്യങ്ങൾ ചോദിക്കും, അപ്പോൾ അത് പറയണം. എനിക്ക് നിങ്ങളുടെ ഇന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് തുറന്ന് സംസാരിക്കാം, നമുക്ക് അവിടെ നിൽക്കണം. പക്ഷേ അതുപോലെ തന്നെ എല്ലായിടത്തും ആ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഇപ്പോൾ ഈ 5ാം ഭാവാധിപൻ 10ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ആ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള മടി വരും.
എനിക്ക് മടുത്തു, അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക, ഞാൻ നിങ്ങളുമായിട്ട് സെറ്റ് ആവത്തില്ല എന്നൊക്കെ പറയും. മനസ്സിലാവുന്നു? ഇട്ടെറിഞ്ഞിട്ട് പോവുക എന്നൊക്കെ പറയില്ലേ, പകുതിക്ക് വെച്ച് ഇട്ടെറിഞ്ഞിട്ട് പോവുക. കുറച്ചുകൂടെ കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ ഒരു ലെവലെത്തുമ്പം ഈ ഒരു വെള്ളം ചൂടാവുന്ന പോലെയാണ്. 99 ഡിഗ്രി വരെ നന്നായി തിളയ്ക്കും. 100 ഡിഗ്രി ആകുമ്പോഴാണ് അത് വേപ്പറൈസ് ചെയ്യുന്നത്, നീരാവിയായി മാറുന്നത്. പക്ഷെ ആ നീരാവിയാണ് സക്സസ് എങ്കിൽ അതുവരെ ആ 99 എന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വെച്ച് നിർത്തും. മതി, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇട്ടെറിഞ്ഞിട്ട് പോകും. പക്ഷെ കുറച്ചും കൂടി ആ ഒരു ഡിഗ്രി 99 നിന്ന് 100ലേക്ക് തന്നെ ആ ഒരു ഡിഗ്രി ക്ഷമയോടെ കാത്തിരിക്കാൻ പലപ്പോഴും 5-ാം ഭാവാധിപൻ 10-ൽ ബലക്ഷയത്തോടു കൂടി നിന്നാൽ, അല്ലെങ്കിൽ ചലഞ്ചസ് ആയിട്ട് വന്നാൽ, ചലഞ്ചസ് വരേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ ഇങ്ങനെയൊക്കെ വരും. അത് ഇട്ടെറിഞ്ഞിട്ട് പോകും. പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ മുക്കാലെത്തി വിജയിച്ചു എന്ന് പറയുന്ന പോയിന്റ് എത്തിയിട്ട് ഇട്ടിട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പ്രൊഫഷണൽ ഗെയിനിന് വേണ്ടിയിട്ട് 5-ാം ഭാവാധിപൻ 10-ൽ നിന്നാൽ പ്രൊഫഷണൽ ഗെയിനിന് വേണ്ടിയിട്ട് എന്തും ചെയ്ത് കളയും. മോശമായിട്ട് നിന്നാലേ, നന്നായിട്ട് നിന്നല്ല, മോശമായിട്ട് നിന്നാൽ അതെന്താണെന്നുള്ളത് അങ്ങനെയുള്ള ജാതകങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെച്ച് നോക്കി പഠിച്ചോളുക. ഇത് ഒരു സോഷ്യൽ പ്ലേസാണ്, പബ്ലിക് പ്ലേസാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് പരിശോധിക്കാൻ വിട്ടുതരുന്നു. അടുത്തത് നമുക്ക് 5-ാം ഭാവാധിപൻ 11-ൽ നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണെന്നുള്ളത് നോക്കാം. ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ്, 11-ാം ഭാവം നല്ല ഭാവം കേട്ടോ, പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൻ്റെ 7-ാം ഭാവവും കൂടിയാണ്. അപ്പം ആ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നൊരു ഭാവമാണ്. 5-ഉം 11-ഉം ഭാവമാണ് വാസ്തവത്തിൽ റൊമാൻറ്റിക് ലൈഫിൻ്റെ സക്സസ് പറയുന്നത്. 5-ഉം 11-ൻ്റെയും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ 1, 5, 11 ഈ ഭാവങ്ങളുടെ ബന്ധമാണ് റൊമാൻറ്റിക് ലൈഫ്, നല്ല പ്യുവർ ലവ് അനുഭവിക്കാനുള്ള യോഗം ഒരാളുടെ പറയുന്നത് 1, 5, 11 ആണ്. ആ കോമ്പിനേഷനാണ്. കമ്പൈൻ ചെയ്താൽ പോലെ കമ്പൈൻ ചെയ്യുന്ന ഗ്രഹങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടുപ്പവും ബന്ധവും, ആ ഗ്രഹങ്ങൾ ബലപ്പെട്ടും ഒക്കെ ഇരിക്കണം. അപ്പം ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് വഴി ഇവർ ഫ്ലറിഷ് ആവും. ഇവരുടെ സോഷ്യൽ ഗ്രൂപ്പുകളിൽ, ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ, ഫ്രണ്ട്ഷിപ്പാണല്ലോ 11th ഹൗസ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കഴിവുകൾ, ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളുണ്ട്. ഇവർക്കൊരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് ഉണ്ടാവും, ഇവർ സെറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവരുടേതായ മേഖലകളിൽ ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് 11-ാം ഭാവത്തിന് അത്ര ആ ഒരു ബലമില്ല. അപ്പം എനിക്ക് പൊതുവെ ഒരുപാട് സൗഹൃദങ്ങൾ ഇങ്ങോട്ട് വരും, ഒരുപാട് അടുപ്പങ്ങൾ വരും. പക്ഷെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ബന്ധങ്ങൾ, എനിക്കെല്ലാവരോടും സ്നേഹം ഉണ്ടാവും, അടുപ്പം ഉണ്ടാകും. പക്ഷേ ആ ഒരു നെറ്റ്വർക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് അത്ര വലിയ പരിചയമില്ല. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവരൊക്കെ വാസ്തവത്തിൽ അവരെല്ലാം നല്ല മനുഷ്യരും, അവർക്കൊക്കെ എന്നോട് നല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. എനിക്ക് അവരോട് നല്ല സ്നേഹമാണ്. എന്ന് വെച്ച് ചേരാൻ നിൽക്കുന്നവരോടൊന്നും സ്നേഹമില്ല എന്നല്ല, പക്ഷേ എൻ്റെ കഴിവ് കൊണ്ടല്ല. എനിക്ക് ആ ഒരു ഏരിയയിൽ കുറച്ച് കഴിവ്, അതിന് എൻ്റെ 11-ാം ഭാവത്തിൻ്റെ ഒരു വിലക്ഷയുണ്ട്. 11-ാം ഭാവാധിപൻ 11ലേക്ക് നോക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഗ്രഹത്തിനൊരിച്ചിരി ബലക്ഷയമുണ്ട്. ആ ബലക്ഷയം കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു നെറ്റ്വർക്ക് സെറ്റിങ്ങിന് അത്ര കഴിവില്ല. നെറ്റ്വർക്ക് സെറ്റിങ് അത്ര പറ്റത്തില്ല. ഉള്ളിലുണ്ടാവും, പക്ഷേ എൻ്റെ ആ ഒരു ഇൻട്രോവേർട്ട് നേച്ചർ കൊണ്ട് ഞാൻ കൂടുതലും ആന്തരികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇരിക്കാനും കൂടുതൽ സാധന ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് കൂടുതൽ ഉള്ളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തന്നെ ഈ ബാഹ്യമായി എനിക്ക് 5ലേക്കാണ് കൂടുതൽ ശ്രദ്ധ വരുന്നത്, 11ലേക്കല്ല. അപ്പോൾ ആ ശ്രദ്ധ വരുന്നത് കൊണ്ട് തന്നെ സാധനയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാനുള്ള പാട് ഭയങ്കരമാണ്. പക്ഷേ അതിന് ഈ 5-ാം ഭാവാധിപൻ 11-ൽ നിന്ന് കഴിഞ്ഞാൽ അതുണ്ടാവും. 11-ാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഒരുപാട് സൗഹൃദങ്ങൾ അവരെ ഫോളോ ചെയ്യും. പക്ഷെ 5-ാം ഭാവാധിപൻ 11-ലാണ് നിൽക്കുന്നതെങ്കിൽ 5-ാം ഭാവാധിപൻ 11 ഇവരൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ ഒരു സൗഹൃദ വലയെ ഇവർ സെറ്റ് ചെയ്യും. ഇവരെ ഇവിടെ ചോദിച്ചാലും അറിയായിരിക്കും. ആ ആൾക്കാരുടെ ഇടയിൽ ഇവരെ പറ്റി നല്ല ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ ലോങ് ടേം ഗോളുകളെ അച്ചീവ് ചെയ്യാനുള്ള ഇവരുടെ കപ്പാസിറ്റി ഭയങ്കരമായിരിക്കും. അത് ചെയ്തെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ടുള്ള കൊളാബറേഷൻ കൊണ്ടുണ്ടാവുന്ന കുറേ ഗുണങ്ങൾ, അത് ബിസിനസ്സിലായിക്കോട്ടെ, ജോലിയിലായിക്കോട്ടെ, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, മാനസിക സന്തോഷങ്ങളിലായിക്കോട്ടെ ഒക്കെ ഇവർ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അവർ സന്തോഷമായിട്ടിരിക്കുകയും മറ്റുള്ളവരുടെ കൂടി അവർ പെട്ടെന്ന് തിരിച്ചറിയും. ഞാൻ പറഞ്ഞിട്ട് ഈ 5-ാം ഭാവാധിപൻ 11 നിൽക്കുമ്പോൾ ഒരു ചാമായിരിക്കും. ഇവരുണ്ടെങ്കിൽ എടാ വാ നീയും കൂടി ഇല്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കും നമ്മൾ. ആ ട്രിപ്പിനെ ഒരു ഹാൻഡിൽ ചെയ്യുന്ന
ഒരാളായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ എപ്പോഴുമുള്ള, എല്ലാവരോടും സ്നേഹമുള്ള, എല്ലാവരോടും കരുതലുള്ള, എല്ലാവരെയും ഫണ്ണായിട്ട് ഇടപെടുന്ന, എൻജോയ് ചെയ്യുന്ന ഒരാളായിരിക്കാം എന്നുള്ളതാണ് പലപ്പോഴും 5-ാം ഭാവാധിപൻ 11-ൽ നല്ല ബലവാനായി നിന്നാൽ ഉള്ള ഫലം. ഇനി ബലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചലഞ്ചസ് എന്തായിരിക്കും നോക്കാം. സോഷ്യൽ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് എത്തിപ്പെടാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് ഇവർക്ക് എത്തണമെങ്കിൽ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അതാണ് ഒന്നാമത്തേത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കാം, നിങ്ങൾക്ക് പഠിക്കുമ്പം ഈ പോയിന്റുകളൊക്കെ എടുത്ത് വെച്ച് നോക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ട് പറഞ്ഞിടാൻ നോക്കുന്നത്. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് കാണണം. ഒരുപാടുണ്ട്. അത് എത്ര പഠിച്ചാലും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ മിക്ക ചാർട്ടുകളിലും വരും. കാരണം ഓരോ മനുഷ്യരും യുണീക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു സൗന്ദര്യം. കാരണം എത്ര പഠിച്ചാലും തീരാതെ വീണ്ടും വീണ്ടും പഠിക്കും, പുതുമ വീണ്ടും വീണ്ടും വരികയും ചെയ്യുമ്പോൾ ഓരോ ഹൊറോസ്കോപ്പിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാം. അപ്പോൾ അത് പഠിക്കാൻ കിട്ടുന്നൊരു അവസരം വീണ്ടും വീണ്ടും നോക്കി ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അതൊക്കെയാണ് ഈ പറയുന്നത്. പക്ഷേ ഈ ഒരു ബേസ് വെച്ചിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഒരു രീതികളും ഇവരുടെ ഒരു ശൈലികളും അതുപോലെ തന്നെ ഗ്രൂപ്പ്സിൻ്റെ ഒരു ഡൈനാമിക്സും ഒക്കെ ഹാർമണൈസ് ചെയ്ത് കൊണ്ടുപോകാൻ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, ആ എക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാനും ഇവർ നന്നായിട്ട് കഷ്ടപ്പെടും. ഇവരോട് എല്ലാവരും പറയണം, നീ ഉള്ളത് കൊണ്ടാണ് ഒരു സമാധാനം. പക്ഷേ ഇവരുടെ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ രീതിക്ക് അനുസരിച്ച് പെരുമാറാൻ പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണമല്ലോ എന്നുള്ള ഒരു വലിയ വെയിറ്റ് പോലെയാണ്. ഇപ്പോൾ നമ്മുടെ പണ്ടിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ അത്യാവശ്യം കൂട്ടുകാരോടൊക്കെ ഇരുന്ന് ബിയർ കഴിക്കണമെന്നും ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവൻ വണ്ടി ഓടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്നോടൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, എടാ അവന്മാരുടെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ എന്നാൽ അവർ വിളിക്കുകയും ചെയ്യും. പക്ഷേ ഫ്രണ്ട്സ് പുള്ളിയാണ് മെയിനായിട്ട്. അവനില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാനും പറ്റില്ല. അപ്പം ഇങ്ങനെ, അതായത് പോവുകയും ചെയ്യണം, എന്നാൽ അവരുടെ സന്തോഷത്തിനനുസരിച്ച് അവിടെ ഇടപെടാനും പറ്റത്തില്ല. അവർ പൂർണ്ണമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. അത് 5-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുമ്പോൾ ഉള്ളൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ്സിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതേപോലെ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വാലിഡേഷൻ അത് പ്രതീക്ഷിക്കും. പലപ്പോഴും ആ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേദനകൾ വരാം. 5-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വേദനകളും ചലഞ്ചസും ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇനി 5th ഹൗസ് ലോർഡ് 12ൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. കുറേ നമ്മൾ നോക്കി. 5-ാം ഭാവാധിപൻ 1-ൽ നിന്ന് തുടങ്ങി 2, 3 ഇങ്ങനെ പോയിട്ട് 5-ാം ഭാവാധിപൻ 12-ൽ നിന്നാലുള്ള ഫലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 12th ഹൗസ് ശയനസ്ഥാനാണ്, സ്പിരിച്വാലിറ്റിയാണ്, ഐസൊലേഷനാണ്, നഷ്ടങ്ങൾ വരുന്നതാണ്, വ്യയമാണ്, ഫൈനൽ പോയിൻറ്റും കൂടിയാണ്. ഒരാളുടെ ലഗ്നത്തിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് എന്താ? ജനിച്ചത് എന്തിനാണ്? അത് മരിക്കാനാണ് സർ. അല്ല, ജ്യോതിഷത്തിൽ അങ്ങനെയല്ല, മരണം കഴിഞ്ഞുകൊണ്ട്. ജനിച്ചാൽ മരണം 8 കൊണ്ട് അവസാനിക്കും. പിന്നെന്താണ്? ആ മരണത്തിനിടയിൽ, ജന്മത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ സാധിച്ചെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 9-ാം ഭാവം, ഭാഗ്യം, പുണ്യം, യാത്രകൾ, ഇതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. 10 കർമ്മം കൊണ്ട് സാധിച്ചെടുക്കാം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, പ്രകൃതിയുടെ അനുഗ്രഹം 11-ാം കൊണ്ട് സാധിച്ചെടുക്കാം. 12-ാം ഭാവം, മോക്ഷം, ഒരു സോളിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തോ അത് സാധിച്ചെടുക്കാം. മരണം എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ അതിൻ്റെ ശരിക്കുള്ളൊരു ഡെഫിനേഷൻ എന്താണെന്ന് പോലും 8th ഹൗസിൻ്റെ ശരിക്കുള്ളൊരു ഡെഫിനേഷൻ സീക്രട്ട് പോലെ തന്നെ പരസ്യമായി ഇട്ടാലും മനസ്സിലാവാത്തത് എന്തോ അതാണല്ലോ രഹസ്യം. അല്ലാതെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതല്ല. അപ്പം മരണം എന്നും പരസ്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മിക്കപ്പോഴും ആൾക്കാർ മരിക്കും. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ മരിച്ചാലും നമ്മൾ മരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് മനുഷ്യൻ. അപ്പം ആ സീക്രട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് മരണം എന്നുള്ളത് നമുക്ക് ഇന്നും അറിയില്ല. കാരണം ഇപ്പം നമ്മൾ വേണ്ടപ്പെട്ടവർ മരിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ കൈയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ അവയവങ്ങളുടെ ഭാഗങ്ങളോ ഒക്കെ കൊടുത്താൽ ആ വ്യക്തി പോയാൽ ആ അവയവത്തിൻ്റെ പാർട്ടുകൾ വേറൊരാളിൽ ആ ജീവനിലൂടെ തുടിക്കും. അപ്പം ഈ ശരീരം എന്ന് പറയുന്നത് ഒക്കെ ഒരു ജീവൻ തുടിപ്പുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ പോയിന്റുകൾ മാത്രമാണ്.
വാസ്തവത്തിൽ എന്താണ് മരണം എന്നുള്ളത് വളരെ സീക്രട്ടീവായിട്ടുള്ള കാര്യം. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു ശരീരം, ഞാനിപ്പം മരിച്ചാലും എൻ്റെ ഒരു പാർട്ട് വേറെ ആർക്കെങ്കിലും ദാനം ചെയ്താൽ അവരുടെ ഉള്ളിലെ തുടുപ്പിനകത്തിരുന്ന് അത് വർക്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം അത് ഞാനാണെന്നല്ല, അത് അവരുടെ ഉള്ളിൽ ആ മെക്കാനിസത്തിന് ആ സാധനം വേണം, അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെ നോക്കിയാൽ അപ്പോൾ ഈ സോള് യഥാർത്ഥത്തിൽ വിട്ടുപോകുമ്പോൾ മുമ്പ് നേടേണ്ട ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഫൈനൽ 12ാമത്തേത് അത് മോക്ഷമാണ്, സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് ആണ് സെൽഫ് റിയലൈസേഷനാണ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയും. ഈ ലഗ്നം മുതൽ മുന്നോട്ടുള്ള ഓരോ ഹൈറാർക്കിയാണ്. ലഗ്നം സെൽഫാണ്, രണ്ടാമത്തെ ധനമാണ്, കുടുംബമാണ്, മൂന്നാമത്തെ റൈറ്റിങ്സാണ്, കമ്മ്യൂണിക്കേഷനാണ്, നാലാമത്തെ വീടാണ്, 5th ഹൗസ് ഉപാസനയാണ്, പ്രണയമാണ്, 6ാമത്തെ ശത്രു കടമാണ്, രോഗമാണ്, സർവീസാണ്, 7ാം ഭാവം പാർട്ട്ണറാണ്, 8ാം ഭാവം നമ്മുടെ സീക്രട്സാണ്, നമ്മുടെ മരണമാണ്, 9ാം ഭാഗ്യമാണ്, അച്ഛനാണ്, 10ാം ഭാവം നമ്മുടെ കർമ്മമാണ്, 11ാം ഭാവം ലാഭമാണ്. ലാസ്റ്റ് സെൽഫ് റിയലൈസേഷൻ. ഈ നീഡുകളെല്ലാം, വീടും വണ്ടിയും ഓരോ സമയത്ത് ഓരോ നീഡാണ്. അതിൻ്റെ സോളിൻ്റെ അൾട്ടിമേറ്റ് നീഡായിട്ട് പറയുന്ന സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ, എബ്രഹാം മാസ്ലോയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കി ഓഫ് നീഡ്സിലെ അൾട്ടിമേറ്റായിട്ട് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ അസ്ട്രോളജിയിൽ പറയുന്നത് 12th ഹൗസ് കൊണ്ടാണ്. അപ്പോൾ 5th ഹൗസ് ലോഡ് 12th നിന്നാലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 5ാം ഭാവാധിപൻ 12ൽ നിന്ന് ഉപാസന മോക്ഷത്തിലേക്ക് നയിക്കും. മോക്ഷിച്ചുമായിരിക്കും, ജീവിതത്തിൻ്റെ സത്യത്തെ അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കും, തിരിച്ചറിയേണ്ടിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. മനസ്സിൻ്റെ നാശം, തോട്ട്സ്, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരണമെങ്കിൽ പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള നാശങ്ങളുണ്ടാവും. അപ്പോഴാണ് ശരണാഗതി വരുന്നത്. ചിലപ്പം ആ ആഗ്രഹം സാധിക്കുന്നതിലൂടെ, അത് ഇപ്പം വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു സാധനം കഴിക്കണം എന്ന് ആഗ്രഹം വന്നാൽ അത് കഴിക്കുന്നതിലൂടെ തന്നെ അയാളുടെ ജീവിതം കഴിയും, അത് തൃപ്തിയാവും. അതുപോലെ തന്നെ അത് കിട്ടാതെ എന്നേക്കുമായിട്ട് നമ്മുടെ അടുത്ത് നകന്നു പോവുകയും വേറെ എന്തെങ്കിലും കിട്ടി തൽക്കാലം തൃപ്തിപ്പെട്ടത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും നമുക്കത് അതിനോടൊരു താല്പര്യം പോകും. അപ്പോഴാണ് ശരണാഗതി വരുന്നത്. ജീവിതാനുഭവം കൊണ്ടാണ് ശരണാഗതി വരുന്നത്. നമുക്കൊരു ആഗ്രഹം, ശരണാഗതന്മാരുടെ ദീനങ്ങൾ, വിഷമങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഒന്ന്, ആ വിഷമം അങ്ങ് എടുത്തു കളയും. ആ വിഷമത്തിന് കാരണമായിട്ടുള്ള എന്താണോ അത് നമുക്ക് സാധിച്ചു തരും. രണ്ടിലേലും ഒന്ന് ആ വിഷമം നമ്മുടെ അടുത്തുനിന്ന് എന്നേക്കുമായിട്ട് പോവും, അല്ലെങ്കിൽ ആ വിഷമം നമുക്ക് ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ എന്ന് ദേവി മഹാത്മ്യം 11ാം അധ്യായത്തിൽ പറയും. ശരണാഗതന്മാരുടെ ദീനങ്ങളാണ് ഭഗവതി അർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉപാസനയിൽ ശരണാഗതി വരും. അനുഭവങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് നമുക്കൊരു ശരണാഗതി വരും. ഈശ്വരനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാവും, തെളിച്ചമുണ്ടാവും, സെൽഫ് റിയലൈസേഷന് കാരണമാവും. 5th ഹൗസിലോട്ട് 12th നിന്നാൽ ചുമ്മാ നിന്നാൽ പോലെ ബലവാനായിട്ട് നിൽക്കണം. വേറെ പാപബന്ധം ഒന്നും ഉണ്ടാവരുത്. പാപബന്ധം ഉണ്ടായാലുള്ള ഫലം ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയാതെ. അതുപോലെ തന്നെ 5ാം ഭാവാധിപൻ 11ൽ നിന്നാൽ ഉറപ്പായിട്ടും മോക്ഷത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് തന്നെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യൽ, ആന്തരിക പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തിരിഞ്ഞ് ചെയ്യും, ഇൻട്രോസ്പെക്ഷൻ ചെയ്യും. മെഡിറ്റേഷൻ, സാധന, അതുപോലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, താല്പര്യമുണ്ടാകും, അതിനോട് നല്ല പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ വേറൊരു തലത്തിലായിരിക്കും കാണുന്നത്, വളരെ പണത്തിനപ്പുറമായിട്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് എന്നൊന്നും അല്ലാതെ ആർട്ടിസ്റ്റിൻ്റെ ക്രിയേറ്റീവ് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, ആ ക്രിയേഷൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു കണ്ടൻമെൻ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. മോണിറ്റൈസേഷൻ സെക്കൻഡാണ്, അത് സെക്കൻഡറി ആണ്. അത് ആദ്യം മെയിനായിട്ട് അവർ സെൽഫിൻ്റെ ഒരു പൂർണ്ണത, ഇതെനിക്ക് ചെയ്യാനുള്ള എൻ്റെ നിയോഗമായിരുന്നു ഇത്, അല്ലെങ്കിൽ നിയോഗമാണ് അത് ചെയ്യണം, അതിന് പണം ഒരു വിഷയമല്ല, അത് പിന്നീടാണ് എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു പൊട്ടൻഷ്യൽ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ക്രിയേറ്റീവ് വർക്ക് ഇവരെ ഹീൽ ചെയ്യും, ഇവർക്ക് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അതൊരു സാധന പോലെ ആയിത്തീരുകയും ചെയ്യും 5th ഹൗസിലോട് 12th നിന്ന് കഴിഞ്ഞാൽ. ഇനി ചലഞ്ചസ് പറയാം. 5ാം ഭാവാധിപൻ 12ൽ നിന്നാൽ ഉള്ള ചലഞ്ചസ്. ഞാൻ സന്താനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷയം അധികം ഇടയ്ക്കൊക്കെ പറഞ്ഞു പോയെങ്കിൽ 5ാം ഭാവാധിപൻ 8ൽ നിന്ന് കഴിഞ്ഞാൽ സന്താന ദുഃഖമൊക്കെയാണ്. അതുപോലെ തന്നെ 5ാം ഭാവാധിപൻ 12ൽ നിന്നാലും അതുപോലെ തന്നെ സന്താന നഷ്ടയോഗമാണ്. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വ്യാഴത്തിന് ബലക്ഷയവും
5-ാം ഭാവാധിപൻ 12-ലൊക്കെ നിന്ന് അബോർഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഈ ഒരു ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി ഈ വിഷയത്തെക്കുറിച്ച് 5-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് നമുക്ക് ചർച്ചയ്ക്ക് വെക്കാം. എനിക്കറിയാവുന്ന വിഷയങ്ങൾ ഒക്കെ ഞാൻ കണ്ടെത്തിയതും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചലഞ്ചസ് നോക്കാം. 5th ഹൗസിലോട് 12th നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. മുമ്പേ പറഞ്ഞ പോലെ ഇവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ ഐയിലൂടെ നോക്കുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ അത് ചെയ്യും. പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നൊരു താല്പര്യമില്ലായ്മ വരും. അത് തന്നെ ഒരു മോക്ഷത്തിന് കാരണമാവുമല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തിട്ടും ആർക്കും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷമായിട്ടിരിക്കും. പബ്ലിക്കിന്, അതായത് ക്വാളിറ്റി കൂടുതലുണ്ടാവും, പക്ഷേ സ്റ്റാൻഡേർഡ്, ആ ഒരു സൊസൈറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പക്ഷേ അത് ആൾക്കാരിലേക്ക് എത്തില്ല. രണ്ടാമത്തേത്, കുഞ്ഞുങ്ങൾ നിമിത്തം നഷ്ടങ്ങളുണ്ടാവുക. കുട്ടികളെ നഷ്ടപ്പെട്ടു പോവുക, കുട്ടികളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ട് ഐസൊലേഷൻ അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും. 5-ാം ഭാവാധിപൻ പ്രണയമല്ലേ, പ്രണയിച്ചൊക്കെ വിവാഹം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് 5-ാം ഭാവാധിപൻ 12-ൽ പോയാൽ ഭാര്യയല്ല ഭർത്താവിനെ, കുട്ടിയെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ കാണാൻ വലിയ പാട്, കുട്ടികളെ നഷ്ടപ്പെട്ടു പോവുക, പുത്രദുഃഖം, അവരുടെ വളർച്ചയൊന്നും കാണാൻ ഭാഗ്യമില്ലാതെ പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ വരും. അതുപോലെ തന്നെ 5-ാം ഭാവാധിപൻ 12-ൽ പോയി കഴിഞ്ഞാൽ കുറേ സീക്രട്ടീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ശയനസുഖം 2, 3, 4, 5, 7, 8, 12 ഈ ഭാവങ്ങളിലെ പാപത്വങ്ങൾ ഒരാളുടെ വ്യക്തി ജീവിതത്തെ ക്യാരക്ടർലെസ് ആക്കി മാറ്റും. അപ്പം 12-ൽ 5-ാം ഭാവാധിപൻ പോയാൽ ധാരാളം സിറ്റുവേഷൻഷിപ്സ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഷിപ്പുകൾ ഉണ്ടാവും. റിലേഷൻഷിപ്പുകൾ, ഒരുപാട് ഷിപ്പുകൾ ഉണ്ടാവും. എല്ലാ ഷിപ്പുകളും അധികകാലം ഉണ്ടാവില്ല. അതാണ് 5-ാം ഭാവാധിപൻ 12-ൽ പോയാലുള്ള ചലഞ്ച്. മോശം കാര്യങ്ങൾ, പാപബന്ധം വന്നാൽ സീക്രട്ടീവ് ആയിരിക്കും റൊമാൻറ്റിക് ലൈഫ്, അത് ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. അത് പ്രധാനമായിട്ടും ശയനസുഖത്തിനോടായിരിക്കും താല്പര്യം 12-ാം ഭാവത്തിൽ. അപ്പം അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 5-ാം ഭാവാധിപൻ 12-ൽ നിന്നാൽ ഉടനെ എടുത്തങ്ങ് വെക്കരുത്. 2-ാം ഭാവം നോക്കണം, 3-ാം ഭാവം നോക്കണം, 4-ാം ഭാവം നോക്കണം, 7-ാം ഭാവം നോക്കണം, 12-ാം ഭാവം നോക്കണം, 8-ാം ഭാവം നോക്കണം. പ്രത്യേകിച്ച് 4, 3, 4, 7, 8, 12 ഈ ഭാവങ്ങൾ തന്നെ ഏകദേശം നമുക്ക് കാര്യം കൃത്യമായിട്ട് വെളിവാക്കി തരും. 3-ാം ഭാവത്തിൽ രാഹു, അതുപോലെ തന്നെ ഈ ബുധൻ്റെയും ചന്ദ്രൻ്റെയും പരസ്പരം ദൃഷ്ടി, അല്ലെങ്കിൽ രാഹുവിൻ്റെ നക്ഷത്രത്തിൽ 7-ൽ ബുധൻ അല്ലെ ചന്ദ്രൻ, അങ്ങനെയൊക്കെ വരുമ്പം ശുക്രൻ നീചനാവുക, അല്ലെങ്കിൽ ശുക്രന് കുജബന്ധം വന്നിട്ട് ഈ രണ്ടുപേരോട് അടുത്തടുത്ത് 5 ഡിഗ്രിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 2, 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 7, 12 ഇവിടെയൊക്കെ വരിക. അതാത് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു കുറച്ച് അഗ്രസീവായിരിക്കും. അപ്പം കുറച്ച് അതുകൊണ്ട് തന്നെ 5-ാം ഭാവാധിപൻ 12-ൽ നിന്ന് കഴിഞ്ഞാൽ സീക്രട്ടീവ് നേച്ചർ ഉണ്ടാവും, കുറച്ച് ഹൈഡ് ചെയ്യുന്ന നേച്ചർ ഉണ്ടാവും. അവരുടെ കാര്യങ്ങളൊന്നും പുറത്താരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. ഇത്രയൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ് പറയുന്നത്. അപ്പം 5-ാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഏകദേശം പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കുണ്ടായ ഒരു കുറച്ച് തൃപ്തിക്കുറവ്, ആ കുഞ്ഞുങ്ങളായിട്ട് നിന്നത് ഒരുപാട് സന്തോഷമായി, പക്ഷേ ആ വിഷയം അവതരിപ്പിക്കുന്നതിലുള്ള ഒരു നീതി പുലർത്താൻ എനിക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ പറയാതെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇതൊരു തുടക്കമായിട്ട് മാത്രം കാണുക. ഇതിനൊന്നൊരു പൂർണ്ണത എന്ന് പറയാൻ പറ്റില്ല. ഇത് എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ അറിവിൻ്റെ പരിധിയും ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ എടുക്കുക, പക്ഷേ ഇത് ബേസാക്കി വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്കതൊക്കെ ജീവിതത്തിൽ ഉപയോഗിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനും ഒക്കെ പറ്റും.
അഞ്ചാം ഭാവാധിപനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പ്രസൻറ്റ് ഉണ്ടല്ലോ. അഞ്ചാം ഭാവം പുണ്യഭാവമാണല്ലോ. അപ്പോൾ ഈ ജന്മം ഉണ്ടല്ലോ, പ്രസൻറ്റ് ലൈഫാണല്ലോ. അഞ്ചാം ഭാവാധിപൻ ഇവിടെ വേണേലും നിന്നോട്ടെ. അഞ്ചാം ഭാവത്തിന് ഗുണമുണ്ടാകണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഉപാസനാഭാവമാണ്. ഉപാസന ചെയ്യുക, സാധന ചെയ്യുക, നാമം ജപിക്കുക, ഈശ്വരനെ നന്നായിട്ട് ആശ്രയിക്കുക, അവരവരുടേതായ രീതിയിലുള്ള ഭക്തിയും ഈശ്വര പ്രാർത്ഥനയും ചെയ്യുക. അഞ്ചാം ഭാവം സെൽഫ് ലവും കൂടിയാണ്. റൊമാൻറ്റിക് നേച്ചർ മാത്രമല്ല, സെൽഫ് ലവും കൂടിയാണ്. നല്ല റൊമാൻറ്റിക് നേച്ചർ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലപോലെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മളെ റിഫ്ലക്ഷനാണ് നമ്മൾ പലയിടത്തും കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളോട് ഇരിക്കാൻ പഠിക്കണം. നമ്മൾ നമ്മളോട് ഇരിക്കുന്നതിൻ്റെ പേരാണ് സാധന എന്ന് പറയുന്നത്. ഈശ്വരനെ അറിയുമ്പോൾ ആനന്ദ സ്വരൂപനാണ്, പ്രണയ സ്വരൂപനാണ് ഈശ്വരൻ, പ്രേമസ്വരൂപനാണ് ഈശ്വരൻ, ഡിവൈൻ ലവ് ആണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നാച്ചുറലി നമുക്ക് എല്ലാവരോടും ഒരു സ്നേഹവും അടുപ്പവും പ്രണയവും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഉണ്ടാവും. ആ ഒരു പ്രകാശം പതിച്ചാൽ, ആ ഒരു ഈശ്വരൻ്റെ അനുഭവം ഉണ്ടായാൽ, ശിവാവേശം അല്ലെങ്കിൽ ഈശ്വരാവേശം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടായാൽ നമ്മുടെ പ്രജ്ഞ, നമ്മുടെ പ്രതിഭയൊക്കെ ഉണരുകയും നമുക്ക് എല്ലാത്തിനെയും മനസ്സിലാവുകയും നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയും ചെയ്യും. കാരണം ഈശ്വരൻ സർവ്വഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന സർവ്വ വിഷയങ്ങളിലും ഈശ്വരനുണ്ട്, ചരത്തിലും അചരത്തിലും. അപ്പോൾ അതിലൊരു ആനന്ദമൂർത്തിയാണ് ഈശ്വരൻ. അത് നമുക്ക് തിരിച്ചറിയാനും പറ്റും. അഞ്ചാം ഭാവാധിപൻ ഇവിടെ നിന്നാലും സാധന നിങ്ങളെ ഈ ഭാവത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അഞ്ചാം ഭാവത്തിൻ്റെ ദോഷം കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സന്താനത്തിന് ആയിക്കോട്ടെ, പ്രണയത്തിന്, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.